ഒരു ചോദ്യം ചോദിക്കാം. മുഹമ്മദ് നബിയുടെ മകളായ ഫാത്തിമയെക്കുറിച്ച് നിങ്ങൾക്ക് എന്ത് അറിയാം? അലിയെക്കുറിച്ച്, ഫാത്തിമയുടെ ഭർത്താവായ മുഹമ്മദ് നബിയുടെ മരുമകനായ അലിയെക്കുറിച്ച് നിങ്ങൾക്ക് എന്തറിയാം? എത്രത്തോളം അറിയാം? അവരുടെ മക്കളായ ഹസനെക്കുറിച്ച്, ഹുസൈനെക്കുറിച്ച്, സൈനബിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്ത് അറിയാം? എത്രത്തോളം അറിയാം? എന്തിപ്പോൾ ഇങ്ങനൊരു ചോദ്യം എന്ന് വെച്ചാൽ, അങ്ങനെ ചോദിക്കാനുള്ള കാരണം, ആ ഒരു രീതിയിലുള്ള എൻ്റെ ചിന്ത ഉണർത്തിയ 2 പുസ്തകങ്ങൾ ഈ അടുത്ത് ഞാൻ വായിച്ചു കഴിഞ്ഞ 2 പുസ്തകങ്ങളുണ്ട്. ആ പുസ്തകങ്ങളൊന്ന് പരിചയപ്പെടുത്താണ്. ഒന്ന് മൗല ഹസൻ അലൈഹിസ്സലാം, ജ്ഞാനത്തിൻ്റെ അടിവേര്. ഹിജാസാണ് എഴുത്തുകാരൻ, ബോധിഹിറയുടെ എഴുത്തുകാരൻ. ആളുടെ തന്നെ മറ്റൊരു പുസ്തകം കാതലാൾ സൈനബ്, ദ ലേഡി ഹൂ സേവ്ഡ് ഇസ്ലാം. ഇതും ഹിജാസിലൊക്കെ എഴുതിയതാണ്. അദ്ദേഹത്തിൻ്റെ കൂടെ നാസർ മാലിക്കും ചേർന്നിട്ടുണ്ട് തോന്നുന്നു എഴുതാൻ. അദ്ദേഹത്തിൻ്റെ പേരുണ്ട്. പ്രധാനമായും രചനയും അതിൻ്റെ കാര്യങ്ങൾ റെഫർ ചെയ്തൊക്കെ ഹിജാസ് തന്നെയാണെന്നാണ് മനസ്സിലാകുന്നത്. ഏതായാലും 2 പുസ്തകങ്ങൾ, ഈ 2 പുസ്തകങ്ങളെ കുറിച്ച് പറഞ്ഞു തുടങ്ങും മുമ്പ് തന്നെ ഇത് എഴുതാൻ കാരണക്കാരനായ മറ്റൊരാളുണ്ട്. അതായത് ഇത് എഴുതാൻ വേണ്ടി ഇരിക്കാൻ ഹിജാസിന് സമയം മെനക്കെടുത്താൻ വേണ്ടി, ഹിജാസിന് സമയം മെനക്കെടുത്താൻ വേണ്ടി ഹിജാസിനെ പ്രേരിപ്പിച്ച എല്ലാ നിലക്കുള്ള സഹായ സഹകരണങ്ങളും നൽകിയ, ഇതിനെ ഈ രൂപത്തിലേക്ക് എത്തിക്കാൻ പ്രധാനമായും പ്രയത്നിച്ച ഒരു ബഷീർ ഖുറൈശി പൊറ്റാരത്ത് എന്ന് പറയുന്ന ഒരു വ്യക്തിയുണ്ട്. അദ്ദേഹത്തിന് ഞാൻ പ്രത്യേകം നന്ദി പറയുകയാണ്. കാരണം അദ്ദേഹം ഇല്ലെങ്കിൽ ഈ പുസ്തകമില്ല. ഹിജാസിൻ്റെ അറിവുകളും ഹിജാസിൻ്റെ അന്വേഷണത്വരയും എല്ലാം ഒരു പുസ്തക രൂപത്തിലേക്ക് വന്നെത്തിച്ചേരാൻ അദ്ദേഹമാണ് കാരണം, ഈ ബഷീർ ഖുറൈശി പൊറ്റാരത്ത് എന്ന് പറയുന്ന വ്യക്തി. അപ്പോൾ അദ്ദേഹത്തിന് ഒരു നന്ദി പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ തുടങ്ങുന്നത്. കാരണം അല്ലെങ്കിൽ നമുക്ക് ഇത്രയൊരു പുസ്തകം കിട്ടാനില്ല. അതായത് ഹസനെക്കുറിച്ചോ ഹുസൈനെക്കുറിച്ചോ ഒക്കെ ഉള്ള പുസ്തകങ്ങൾ വളരെ വളരെ കുറവാണ് മലയാളത്തിൽ നിന്നാണ് എൻ്റെ അറിവ്. അതുപോലെ പ്രത്യേകിച്ച് സൈനബിനെ കുറിച്ചൊക്കെ. ആരാണ് ഇവരൊക്കെ എന്ന് ചോദിച്ചാൽ, പ്രത്യേകിച്ച് ഹസനെക്കുറിച്ച് പറയാനുള്ളത്, ഞാൻ കരുതിയിരുന്നത്, ഞാൻ പറയാറുണ്ട് എൻ്റെ അറിവുകൾ അപര്യാപ്തമാണ്, ഞാനൊരു പരിപൂർണമായ അറിവിൻ്റെ വക്താവല്ല എന്നുള്ളത് ഞാൻ പറയാറുണ്ട്. എൻ്റെ ആ ഒരു പരിമിതമായ അറിവുകളിൽ ഇസ്ലാമിക ലോകത്തിൻ്റെ 5ാമത്തെ ഖലീഫ എന്ന് പറയുന്നത് മുആവിയ ആണെന്നാണ് ഞാൻ കരുതിയിരുന്നത്. അതായത് 4 ഖിലാഫത്തുർ റാഷിദയിലെ 4 ഖലീഫമാർ കഴിഞ്ഞാൽ, അതായത് അബൂബക്കർ, ഉമർ, ഉസ്മാൻ, അലി, അത് കഴിഞ്ഞാൽ പിന്നെ നേരെ മുആവിയയുടെ കയ്യിലേക്കാണ് ഭരണം വരുന്നതെന്നായിരുന്നു ഞാൻ കരുതിയിട്ടുണ്ടായിരുന്നത്. എന്നാൽ അങ്ങനെയല്ലാന്നു, അലി കഴിഞ്ഞ് പിന്നീട് ഖിലാഫത്തുർ റാഷിദയുടെ തന്നെ ഭാഗമായി എണ്ണപ്പെട്ട ഒരു ഖിലാഫത്ത് 6 മാസത്തോളം നീണ്ടു നിന്നിരുന്നു എന്നും, അങ്ങനെ ആ ഭരണം നടത്തിയ ആൾ 5ാം ഖലീഫ എന്നറിയപ്പെട്ടിരുന്നു എന്നും, അത് ആ 5ാം ഖലീഫ അലിയുടെ മകനായ ഹസൻ ആയിരുന്നു എന്നും ഞാൻ അറിഞ്ഞത് ഈ പുസ്തകത്തിൻ്റെ വായന വഴിയാണ്. ഈ പുസ്തകത്തിൻ്റെ വായനയും അതുവഴിയുള്ള ചില അന്വേഷണങ്ങളും ഒക്കെ എന്നെ കൊണ്ട് എത്തിച്ചത് ഇബ്നു കസീർ തന്നെ, ഷിയാക്കളുടെ പക്ഷമല്ല. ഇബ്നു കസീർ ആരാ? ഇബ്നു കസീർ ഇവിടെയുള്ള സുന്നികളുടെയും സലഫികളുടെയും ഒക്കെ അവലംബയോഗ്യനായ ഖുർആൻ വ്യാഖ്യാതാവാണ് ഈ പറയുന്ന ഇബ്നു കസീർ. ആ ഇബ്നു കസീർ അംഗീകരിച്ച ഒരു കാര്യമാണ് 5ാമത്തെ ഖലീഫയായിരുന്നു ഹസൻ എന്നും, ഇസ്ലാമിക ലോകത്തിൻ്റെ 5ാമത്തെ ഖലീഫ. അത് തന്നെ ഖിലാഫത്തുർ റാഷിദയുടെ പൂർത്തീകരണം സംഭവിച്ചത് ഹസനിലൂടെയാണ് എന്ന് തന്നെ ഇബ്നു കസീർ പറഞ്ഞിട്ടുണ്ട് എന്നാണ് അറിവ്. അതങ്ങനെ അങ്ങനെ പറയാൻ കാരണം ഞാനത് ഗൂഗിൾ ചെയ്തപ്പോഴാണ് എനിക്ക് കിട്ടിയത്. ഗൂഗിളിൽ ഇങ്ങനെ AI സമ്മറി വരുമല്ലോ, അപ്പോൾ AI സമ്മറിയിൽ അങ്ങനെ വന്നത് കണ്ടതാണ്. അപ്പോൾ ഏതായാലും 5ാം ഖലീഫയായ ഹസനെ കുറിച്ച്, അതുപോലെ അദ്ദേഹത്തിൻ്റെ പെങ്ങളായ സൈനബിനെ കുറിച്ചൊക്കെ കൂടുതൽ അറിയാനും അവരുമായി ബന്ധപ്പെട്ട കൂടുതൽ ചർച്ചകളിലേക്ക് പോകാനൊക്കെ ഈ ഒരു പുസ്തകം കാരണമായി. ഒരുപാട് ഈ പുസ്തകങ്ങൾ, കാതലാൾ സൈനബ്, അതുപോലെ മൗല ഹസൻ, ഈ 2 പുസ്തകങ്ങളും ചിന്തകൾക്ക് തീ പടർത്തൽ ചെയ്തെന്ന് പറയാം, അല്ലെങ്കിൽ ചിന്തകളുടെ ഒരു പ്രളയം തന്നെ സമ്മാനിച്ചു എന്ന് പറയാം. ഒരുപാട് ചിന്തകളിലൂടെ ഇത് വായിച്ച് തീരുമ്പോൾ ഞാൻ കടന്നു പോയിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഇവരെ അനുകൂലിച്ചുകൊണ്ട് ഒരു അനുകൂലമായ നിലപാടിൽ നിന്നോട് പറഞ്ഞാൽ, അല്ല, ഞാൻ ഹിജാസിൻ്റെ ഒരു വായനക്കാരൻ എന്ന നിലക്ക് ഇത് വായിച്ച് തീരുമ്പോൾ എനിക്ക് തോന്നിയത്, ഭരണത്തിൻ്റെ കെടുതിക്ക് നേരെ
ശബ്ദമുയർത്തിയ 3 ധീര ശബ്ദങ്ങൾ എന്നാണ് എനിക്ക് പറയാൻ തോന്നുന്നത്. ഹസനെക്കുറിച്ചും ഹുസൈനെക്കുറിച്ചും അതുപോലെ തന്നെ സൈനബിനെ കുറിച്ചും. അതും ഈ 3 ഒരു പെൺസിംഹം ഉണ്ട് എന്നതാണ് ഇതിൻ്റെ ഏറ്റവും ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു കാര്യം. 3 പേരിൽ ഒന്നൊരു പെണ്ണാണ് സൈനബ്, ഹസൻ്റെയും ഹുസൈൻ്റെയും പെങ്ങൾ. അതും എവിടെ നിന്നിട്ടാണ് ആ സംസാരം ഉണ്ടാകുന്ന, ആ ഗർജനം ഉണ്ടാകുന്നത് എന്നതും വളരെ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. അത് അടുത്ത മൊമെന്റിൽ റേപ്പ് ചെയ്യപ്പെടാം, അടുത്ത മൊമെന്റിൽ ഭരണാധികാരിയുടെ ആൾക്കാരുടെ കയ്യാൽ ആ ഒരു പെൺ സംഘത്തെ ഓഹരി വെക്കപ്പെടാം, അടിമകളാക്കി വിൽക്കപ്പെടാം എന്നൊരു സിറ്റുവേഷനാണ്. ആ സിറ്റുവേഷനിൽ സാധാരണ അന്നത്തെ ഒരു സമൂഹക്രമത്തിൽ യുദ്ധത്തിൽ പിടിക്കപ്പെടുന്ന സ്ത്രീകളെ തലതാഴ്ത്തി നിന്നുകൊണ്ട് എല്ലാത്തിനും എല്ലാം സഹിക്കേണ്ടി വരുന്ന, എല്ലാം സമ്മതിക്കേണ്ടി വരുന്ന ഒരു സിറ്റുവേഷൻ, ഒരു സാഹചര്യം. ആ ഒരു സാഹചര്യത്തിൽ നിൽക്കുന്ന ഒരു സ്ത്രീയാണ്, തകർന്ന് തരിപ്പണമായ, മാനസികമായും ശാരീരികമായും തകർന്ന് തരിപ്പണമായ ഒരു സ്ത്രീയാണ് ഭരണാധികാരിയുടെ കെടുതിക്കെതിരെ ആ ജനസാമാന്യത്തിന് മുമ്പിൽ നിന്ന് ശബ്ദിക്കുന്നത്. ആ ഒരു ശബ്ദിക്കൽ കാരണമായിട്ട് ജനങ്ങളെതിരാവുമോ എന്ന ഭയത്താലാണ് പിന്നീട് ആ ഒരു സംഘത്തെ, ഈ സൈനബ് അടങ്ങുന്ന യുദ്ധത്തിൽ പിടിക്കപ്പെടുന്ന സംഘത്തെ പിന്നീട് ഈ ഒരു ഖലീഫ വിട്ടയക്കുന്നത്. ഏതാണ് യുദ്ധം? ഏത് യുദ്ധത്തിലാണ് പിടിക്കപ്പെട്ടത്? സൈനബ് അടങ്ങുന്ന ഒരു വലിയ സ്ത്രീ സാമാന്യത്തെ. അത് ഈ സ്ത്രീ സാമാന്യം എന്ന് പറയുന്നത് മുഹമ്മദ് നബിയുടെ തന്നെ കുടുംബമാണ്. അതായത് മക്കള്, മരുമക്കള് ഒക്കെ അടങ്ങുന്ന, അവരുടെ ബന്ധുക്കളൊക്കെ അടങ്ങുന്ന ഒരു സംഘം. ഇത് ഏതാണ് യുദ്ധം? കർബല. ഹുസൈൻ്റെ മരണത്തിനെ കുറിച്ച് ഒരുവിധ ആൾക്കാർക്കൊക്കെ അറിയാം, കർബലയിൽ വെച്ചാണ് മരണപ്പെട്ടത്. എന്നാൽ ഈ കർബല എപ്പോൾ സംഭവിച്ചതാണ്? എവിടെ സംഭവിച്ചതാണ്? ആരിൽ നിന്നുണ്ടായതാണ്? ഇതൊക്കെ കൃത്യമായിട്ട് അറിയാൻ ഈ പുസ്തകങ്ങൾ വായിച്ചാൽ നമുക്ക് മനസ്സിലാവും. അതിൽ ഈ പറയുന്ന ഹുസൈനെ കൊല്ലപ്പെട്ടു എന്ന് പറയുമ്പോൾ ആരാ കൊന്നത് എന്ന് ഇവിടെ ആർക്കും അറിയാറില്ല. മുഹമ്മദ് നബിയുടെ സ്വഹാബിയായിരുന്ന അബൂ സുഫിയാൻ്റെ, മുഹമ്മദ് നബിയുടെ സ്വഹാബിയായിരുന്ന മുആവിയയുടെ മകൻ യസീദ്. ആ യസീദിൻ്റെ പടത്തലവനാലാണ് ഈ ഹുസൈൻ കൊല്ലപ്പെടുന്നത്. മുസ്ലിം തന്നെയാണ് കൊല്ലുന്നത്, അല്ലാതെ വേറെ ആരല്ല. ഭരണത്തിൻ്റെ കെടുതിക്ക് നേരെ ഹുസൈൻ നീങ്ങുന്നു, അല്ലെങ്കിൽ നീങ്ങും എന്നുള്ള ഒരു ആശങ്ക വന്നപ്പോൾ കൊല്ലാണ്. അവിടെ കുഫയിലേക്ക് എത്തുന്ന സമയത്ത് യുദ്ധം ചെയ്യാൻ ഇറാഖുകാരോടൊന്നിച്ച് ഖിലാഫത്തിന് നേരെ, അന്നത്തെ ഭരണത്തിന് നേരെ യുദ്ധം ചെയ്യാൻ എത്തിയ ഹുസൈനെയും സംഘത്തിനെയും വളരെ കുറഞ്ഞ ആളുകളെ വലിയൊരു സംഘം സൈനികർ ചേർന്നിട്ട് വളഞ്ഞ് ആക്രമിക്കുകയും വളരെ ക്രൂരമായി കൊല്ലുകയും ചെയ്യാം. അത് എത്രത്തോളം അവർക്ക്, ആ ഒരു സൈന്യത്തിന് മുഹമ്മദ് നബിയുടെ കുടുംബത്തോട് എത്രത്തോളം വിദ്വേഷവും പകയും ഉണ്ടായിരുന്നു എന്ന് വ്യക്തമാക്കുന്ന തരത്തിലുള്ള ഒരു കൊലപാതകമാണ് അവിടെ നടക്കുന്നത്. അതായത് ഹുസൈൻ്റെ തല വെട്ടിയിട്ട് ഹുസൈൻ്റെ മുഖത്ത് കുന്തം കൊണ്ട് കുത്തുന്നുണ്ട്, എന്നിട്ട് തല അറുത്ത് മാറ്റുന്നുണ്ട്. ഈ മൃതദേഹത്തോട് കാണിക്കുന്ന ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ അവർക്ക് ഇവരോട് ഉള്ളിലുള്ള, മുഹമ്മദ് നബിയുടെ കുടുംബത്തോട് ഉള്ളിലുള്ള ഒരു വിദ്വേഷം തീർത്തും ദൃശ്യമാണ്, വ്യക്തമാണ്. അതായത് എങ്ങനെ ഇത്രത്തോളം വിദ്വേഷം, ഇത്രത്തോളം വെറുപ്പ് ഒരു മുസ്ലിം ഭരണത്തിന് കീഴിലുള്ള മുസ്ലിങ്ങൾക്ക് വന്നു എന്നുള്ളത്, അതും ഭരണതലത്തിലുള്ളവർക്ക് വന്നു എന്നുള്ളത് ചിന്തനീയമായ ഒരു കാര്യമാണ്. ഇതൊക്കെ ചരിത്രത്തിൽ നിന്നും സാധാരണക്കാർക്കിടയിലേക്ക് എത്താതെ മറക്കപ്പെട്ട ഭാഗങ്ങളാണ് ഇതൊക്കെ. ഈ ഭാഗങ്ങളിലേക്കൊക്കെ എത്താൻ വളരെ കൃത്യമായി ഇതിനെക്കുറിച്ച് മനസ്സിലാക്കാനൊക്കെ ഈ പുസ്തകങ്ങൾ ഉപകരിക്കും. ഷിയ സുന്നി ഗ്രന്ഥങ്ങൾ ഒക്കെ റെഫർ ചെയ്തിട്ട്, രണ്ടിൽ നിന്നും ആ റെഫറൻസുകൾ അടക്കം മെൻഷൻ ചെയ്തിട്ടാണ് ഇത് രചിക്കപ്പെട്ടുള്ളത്, ഇവ രണ്ടും രചിക്കപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ രണ്ട് നിലക്കും നിങ്ങൾക്ക് വായിച്ചു നോക്കാനും റെഫർ ചെയ്യാനും പറ്റും. പിന്നെ അതല്ല സുന്നി പെർസ്പെക്റ്റീവ് മാത്രമേ പറ്റുള്ളൂ വെച്ചാൽ വായനക്കിടയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആ സുന്നി പെർസ്പെക്റ്റീവ് മാത്രം എടുത്തിട്ട് അത് വെച്ചിട്ട് നിങ്ങൾ അന്വേഷണം നടത്തിക്കോളൂ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഗ്രന്ഥകാരൻ അങ്ങനെ കളവായിട്ടൊന്നും പറഞ്ഞിട്ടില്ല എന്നും ഗ്രന്ഥകാരൻ സ്വന്തം വകയായിട്ട് അങ്ങനെ ഒന്നും ചേർത്തിട്ടില്ല എന്നുള്ളതൊക്കെ നിങ്ങൾക്ക്
മനസ്സിലാവും. അങ്ങനെ ആ ഒരു റെഫറൻസിൻ്റെ നമ്പറും കാര്യങ്ങളൊക്കെ നോക്കിയാൽ അത് ചെന്ന് അവിടെ ഉണ്ടോ, അവിടെ അങ്ങനെ സംഗതി ഉണ്ടോ എന്ന് റെഫർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇത് ഇത്തരം വായനകൾ പലപ്പോഴും നമ്മൾ പ്രതീക്ഷിക്കാതെ ചിലയിടങ്ങളിലേക്ക് കൊണ്ടെത്തിക്കും. അത്തരമൊരു കൊണ്ടെത്തിക്കലാണ് മുഹമ്മദ് നബി മരണപ്പെട്ടത് വിഷം കാരണമായിട്ടാണ് എന്ന് ഒരു ഹദീസ് വെച്ചിട്ട് പൊതുവെ ഇസ്ലാം വിമർശകർ പറയുന്ന സമയത്ത് അത് വിഷം കാരണമൊന്നല്ല എന്നൊക്കെ പറഞ്ഞിട്ട് അതിന് പലതരം കാരണങ്ങൾ ന്യായീകരണങ്ങളൊക്കെ പറയുന്ന പല ഇസ്ലാമിസ്റ്റുകളും ഞാൻ കണ്ടിട്ടുണ്ട്. എന്നാൽ ഹസൻ തന്നെ പറയുന്നതായിട്ട് ഞാൻ കാണുകയുണ്ടായി. ഹസൻ പറയാണ്, ഞാൻ വിഷം കാരണമായിട്ട് മരണപ്പെടുകയാണ്, മുഹമ്മദ് നബി മരണപ്പെട്ടതുപോലെ എന്ന് ഹസൻ തന്നെ പറയുന്നുണ്ട്. അത് മുഹമ്മദ് നബിൻ്റെ പേരക്കുട്ടി ആ ഹസൻ തന്നെ അത് അംഗീകരിച്ചുകൊണ്ട് പറഞ്ഞതായിട്ടുള്ളൊരു മെൻഷൻ ഞാൻ ഇതിൽ കണ്ടു. അപ്പോൾ ഇതൊക്കെ ഹിജാസ് സ്വതന്ത്രമായി എഴുതിയതാണ്. അതുകൊണ്ട് തന്നെ ഇത് ഹിജാസിൻ്റെ താന്നോത്തരാണെന്നൊന്നും പറയാൻ നിൽക്കേണ്ടത്. ആള് റെഫറൻസ് സഹിതം തന്നെയാണ് എല്ലാം എഴുതി വെച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. കാതലാൾ സൈനബ് ആണെങ്കിലും മൗല ഹസൻ ആണെങ്കിലും. ഇനി ഇത് ഒരു യുക്തിവാദം പ്രചരിപ്പിക്കാൻ വേണ്ടി എഴുതപ്പെട്ട രചനയായിട്ടോ നിരീശ്വരവാദം പ്രചരിപ്പിക്കാൻ വേണ്ടി എഴുതപ്പെട്ട രചനയായിട്ടോ ഒന്നും മനസ്സിലാക്കണ്ട. ഇത് അങ്ങനെ ഒരു വിമർശന തലത്തിൽ നിന്നുള്ളൊരു പുസ്തകമേ അല്ല. അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്ത് പറയേണ്ട ആവശ്യമില്ല. മൗല ഹസൻ അലൈഹിസ്സലാം ജ്ഞാനത്തിൻ്റെ അടി വരുന്ന രീതിയിലുള്ളൊരു മാദിഹിൻ്റെ ഒരു ഡയലോഗ് അവിടെ വരേണ്ട ആവശ്യമില്ല. ഒരു പുകഴ്ത്തലുകാരൻ്റെ ഡയലോഗ് അവിടെ വരേണ്ട ആവശ്യമില്ല. കാതലാൾ സൈനബ് ദ ലേഡി ഹു സേവ്ഡ് ഇസ്ലാം എന്ന് പറഞ്ഞിട്ട് ടൈറ്റിലിൻ്റെ ആവശ്യമില്ല. ഇവർ പറഞ്ഞു വെക്കുന്ന ഇസ്ലാം എന്താണ് എന്നുള്ളതും ഹിജാസിൻ്റെ സംഘവും വിഭാവനം ചെയ്യുന്നൊരു ഇസ്ലാം എന്താണ്, അവർ വിഭാവനം ചെയ്യുന്ന ഒരു മുഹമ്മദ് നബി എന്താണ് എന്നൊക്കെ ഉള്ളത് മനസ്സിലാക്കാനൊക്കെ നിങ്ങൾക്ക് ഇത് ഉപകരിക്കും. അതോടുകൂടി തന്നെ ഇന്നിവിടെയുള്ള ഇത് കൂടുതൽ പേരിലേക്ക് എത്തുന്തോറും ഇന്നിവിടെയുള്ള മുഖ്യധാര ഇസ്ലാമിൻ്റെ അടിത്തറകൾക്ക് കോട്ടം തട്ടും എന്നതിൽ എനിക്ക് യാതൊരു സംശയമില്ല. അതോടുകൂടെ തന്നെ ഇത് കൂടുതൽ ആളുകളിലേക്ക് എത്തുന്തോറും ഹിജാസിന് കിട്ടുന്ന ചാപ്പകൾക്കും കണക്കൊന്നും ഉണ്ടാവില്ല. ഞാൻ മുമ്പേ കേട്ടിട്ടുണ്ട് മതേതര സൂഫിയാണ്. മതേതര സൂഫി എന്ന് പറഞ്ഞാൽ കാഫിർ എന്ന് ഇൻഡയറക്റ്റായിട്ട് വിളിച്ചതാണത്. പിന്നെ അതേപോലെ ഇനി സംഘിച്ചാപ്പകൾ കിട്ടാം, ക്രിസംഘിച്ചാപ്പകൾ കിട്ടാം. പിന്നെ അതേപോലെ ക്രിസ്ത്യൻ പ്രസംഗി ചാപ്പകളല്ലേ, മുസംഗി ചാപ്പകൾ കിട്ടാം. പിന്നെ അതേപോലെ തന്നെ എന്താ പറയുക, യുക്തിവാദ ചാപ്പ, നിരീശ്വരവാദ ചാപ്പ ഒക്കെ ഉണ്ടാവും. പല പല ചാപ്പകൾ കിട്ടും ഹിജാസിനോട് തയ്യാറായിരിക്കാൻ പറയുന്നു ഞാൻ. പിന്നെ ഏതായാലും ചരിത്രാന്വേഷികൾക്ക്, സത്യാന്വേഷികൾക്ക് ഇസ്ലാമിൻ്റെ ചരിത്രത്തെ, ഇസ്ലാമിനെയൊക്കെ വളരെ നിഷ്പക്ഷമായി വളരെ വൈഡായിട്ട് കൃത്യമായി മനസ്സിലാക്കണമെന്നൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് ഇത് തീർച്ചയായിട്ടും ഒരു മുതൽക്കൂട്ടാണ്. സൈനബിൻ്റെ ജീവിതം, ഹസൻ്റെ ജീവിതം ഒക്കെ ഒരു മുതൽക്കൂട്ടാണ്. പിന്നെ ഈ ഒരു സീരീസിലേക്ക് തന്നെ ഹുസൈൻ്റെ ജീവിതം വരുന്നുണ്ട്. ഹിജാസ് എഴുതിക്കൊണ്ടിരിക്കുകയാണെന്നാണ് പറഞ്ഞത്. ഞാൻ എന്തായാലും വീഡിയോയുടെ അവസാനത്തിൽ ഇതിലെ ചില പേജുകൾ എന്ന് പറയുമ്പോൾ ഇവരെ കോൺടാക്ട് ചെയ്യാനും ഇവരുടെ പുസ്തകങ്ങൾ വാങ്ങിക്കാനുള്ള ഡീറ്റെയിൽസിൻ്റെ ഫോട്ടോ ഞാൻ എന്ത് ചെയ്യാം വീഡിയോയിൽ ലാസ്റ്റിൽ ഉൾപ്പെടുത്താം ഏതായാലും. പിന്നെ ഇതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞു വന്ന സംഗതി, പുസ്തകങ്ങളെക്കുറിച്ച് പറഞ്ഞു വന്നത് ഒരു വിദ്വേഷ രാഷ്ട്രീയം നമുക്ക് മനസ്സിലാക്കുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ. അത് ഈ വിദ്വേഷം എന്നുള്ളത് വന്ന ഹൃദയങ്ങൾ ഏത് ഹൃദയങ്ങളാണ്? ഖൈറുന്നാസു ഖർനി സുമ്മല്ലദീന യലൂനഹും എന്ന് മുഹമ്മദ് നബി പറഞ്ഞ് ഏറ്റവും ഉത്തമമായ തലമുറ എൻ്റെ തലമുറയാണ്, അതിനുശേഷം വരുന്നവരാണ് പിന്നെ ഉത്തമരായവർ, പിന്നെ അതിനുശേഷം വരുന്നവരാണ് എന്ന് പറഞ്ഞ ആ ഉത്തമ തലമുറയായ 3 തലമുറ ഉണ്ടല്ലോ. ആ തലമുറകളിൽപ്പെട്ട ആളുകൾ തന്നെയാണ് ഈ പറയുന്ന വിദ്വേഷ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നത്. അവരിൽ നിന്ന് തന്നെയാണ്, ഈ പറഞ്ഞ ഉത്തമ തലമുറകളിൽ നിന്ന് തന്നെയാണ് അലിക്ക് ഉപദ്രവം ഏൽക്കുന്നത്, ഫാത്തിമക്ക് ഉപദ്രവം ഏൽക്കുന്നത്, ഹസൻ ഏൽക്കുന്നത്, ഹുസൈൻ ഏൽക്കുന്നത്, സൈനബിന് ഏൽക്കുന്നത്. ഇതൊക്കെ ആരാ? മുഹമ്മദ് നബിൻ്റെ മരുമകൻ, പേരക്കുട്ടികൾ. ഈ ചരിത്രങ്ങളിൽ അത്രയും മിക്ക ഭാഗങ്ങളും ഇവിടെ മറച്ചു വെക്കപ്പെട്ടിരിക്കുകയാണ്. അറിയപ്പെടാത്ത ഏടുകളാക്കി മറച്ചു വെച്ചിട്ടുണ്ട്. പൊതുജനസാമാന്യത്തിന് അറിയാതെ, മുസ്ലിം സമൂഹത്തിന് അറിയാതെ മറച്ചു വെക്കപ്പെട്ടിട്ടുണ്ട്. അത് നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ഇവകൾ വാങ്ങി വായിക്കുക. ഈ പുസ്തകങ്ങൾ വാങ്ങി വായിച്ചിട്ട് ഇത് വായിക്കും വരെയും എത്രത്തോളം നിങ്ങൾക്ക് അറിയാമായിരുന്നെന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയാൽ മതി. അത് വായിക്കുന്നത് റെഫറൻസ് തപ്പിപ്പോവുകയും അതിനോടനുബന്ധിച്ചുള്ള മറ്റു ഭാഗങ്ങൾ കൂടി വായിക്കുകയും കൂടി ചെയ്താൽ ഒന്നുകിൽ നിങ്ങളെ വിശ്വാസം പൂർണ്ണമായി നശിച്ച് നിങ്ങളൊരു എക്സ് മുസ്ലിം ആവും. അതല്ലെങ്കിൽ നിങ്ങൾ ഉടനടി ഈ ഇന്ന് കാണുന്ന മുഖ്യധാര ഇസ്ലാമിൽ നിന്ന് മാറി ചിന്തിക്കാൻ തുടങ്ങും, വിശ്വാസിയായി നിന്നുകൊണ്ട് തന്നെ. അതേസമയം ഇന്ന് കാണുന്ന മുഖ്യധാര ഇസ്ലാമിൽ നിന്ന് നിങ്ങൾ മാറി ചിന്തിക്കാൻ തുടങ്ങും. അതിനുള്ള പൊട്ടൻഷ്യൽ ഉണ്ട് ഹിജാസിൻ്റെ ബോധിഹിറ മുതലുള്ള പുസ്തകങ്ങൾക്കെല്ലാം. ബോധിഹിറ, ഫാത്തിമ സുഹറ ഞാൻ വായിച്ചിട്ടില്ല ഇതിൽ. പിന്നെ ബോധിഹിറ അവിടെ ഒക്കെ വായിച്ചിട്ടുള്ളൂ.
ആ ഒരു സീരീസിൽ വരുന്ന പുസ്തകങ്ങൾ തന്നെയാണ് കാതലാൾ സൈനബ് മൗലാസനൊക്കെ. ഈ പറയുന്ന പുസ്തകങ്ങൾ ഞാൻ മുഴുവൻ വായിച്ച് തീർത്തു. ഇതൊരിക്കൽ കൂടി ഞാൻ എന്തായാലും വായിക്കും വീണ്ടും. അന്ന് ഒരിക്കൽ കൂടി ഞാൻ റിവ്യൂ ഇടുകയും ചെയ്യും. തീർച്ചയായിട്ടും ഇത് ആൾക്കാർക്ക് എത്തേണ്ട പുസ്തകമാണ്. ഇത് വളരെ കുറച്ച് ആൾക്കാർക്ക് എത്തിയിട്ടുള്ളൂ എന്നാണ് മനസ്സിലായത്. ഇത് ഒരുപാട് പേരിലേക്ക് എത്തേണ്ട പുസ്തകമാണ്. അത് ഇസ്ലാമിൻ്റെ മുസ്ലിമിൻ്റെ പക്ഷത്ത് നിന്ന് തന്നെയുള്ള പുസ്തകം ആയതുകൊണ്ടും കൂടിയാണ്. ഒരു ഇസ്ലാം വിമർശകൻ്റെ പുസ്തകമാകുമ്പോൾ പിന്നെ ആരും അതെന്ത് ചെയ്യൂല, അത് സ്വീകരിക്കൂല, സ്വാഗതം ചെയ്യൂല. അത് വിമർശനമാണെന്ന് ഒറ്റയടിക്ക് അങ്ങോട്ട് പറഞ്ഞ് ചാപ്പടിച്ചെത്തിയിട്ട് അതിലെ നിഷ്പക്ഷമായ ആംഗിളുകളൊന്നും തന്നെ കാണാനോ വായിക്കാനോ അവർ തയ്യാറാകില്ല എന്നുള്ളതാണ്. പിന്നെ ഈ വിദ്വേഷത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ വീണ്ടും ഡൈവേർട്ടായി പോയി. ഈ വിദ്വേഷം എന്നുള്ളത് എത്രത്തോളം നാശമാണ് ഉണ്ടാക്കുക എന്നുള്ളതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണം കൂടിയാണ് കേട്ടോ. ഈ ഹസൻ്റെയും സൈനബിൻ്റെയും ഹുസൈൻ്റെ ഒക്കെ ചരിത്രത്തിലൊക്കെ നമുക്ക് കാണാൻ പറ്റുന്ന സംഗതി എന്ന് വെച്ചാൽ പ്രവാചക മുഹമ്മദ് നബിൻ്റെ കുടുംബത്തിനോട് എത്രത്തോളം വിദ്വേഷം ഉണ്ടായിരുന്നു എന്നുള്ളത് ഹുസൈൻ്റെ മരണത്തിൽ നമുക്ക് കാണാൻ പറ്റുമെന്ന് പറഞ്ഞില്ലേ. എന്ന് വെച്ചാൽ തലയും ഉടലും വേർപ്പെടുത്തുകയും ആ മുഖത്ത് കുന്തം കൊണ്ട് കുത്തുകയും ചെയ്യുന്നുണ്ട്. ആ മയ്യത്തിനോടുള്ളൊരു ദേഷ്യം. അതേപോലെ ഹസൻ്റെ മയ്യത്തിലേക്ക് അമ്പെയ്യുന്നുണ്ട്. സൈനബ് മരണപ്പെടുന്നത് തലക്ക് കല്ലുകൊണ്ടുള്ള അടിയേറ്റിട്ടാണ്. അപ്പോൾ ഇതൊക്കെ മുസ്ലിങ്ങളിൽ നിന്ന് തന്നെയാണ്. ഈ സംഭവങ്ങളൊക്കെ ഉണ്ടാകുന്ന മുസ്ലിങ്ങളിൽ നിന്ന് തന്നെയാണ്. അതായത് അവർക്കിടയിൽ വിദ്വേഷം പടർന്നിരിക്കുകയാണ്. ഈ മുഹമ്മദ് നബിക്കെതിരെ, മുഹമ്മദ് നബിൻ്റെ കുടുംബത്തിനെതിരെ. എങ്ങനെ ഇത് സംഭവിക്കുന്നു? ഇതൊക്കെ എന്തുകൊണ്ട് സംഭവിച്ചു? ഇത്തരം കാര്യങ്ങളിലൂടെയൊക്കെ ചിന്തിക്കുന്ന സമയത്ത്, ഉത്തമ തലമുറ എന്ന് പറഞ്ഞ ടീമിൽ നിന്നാണല്ലോ ഇതൊക്കെ ഉണ്ടായതെന്നൊക്കെ ചിന്തിക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും നിലവിലെ നിങ്ങളുടെ ഒരുപാട് ധാരണകൾ തിരുത്തപ്പെടും. ഒരുപാട് വെറുതെ ചിന്തിക്കാന്നുള്ളതല്ല, അന്വേഷണങ്ങൾ വേണം, വായനകൾ വേണം. ഒരുപാട് ധാരണകൾ തിരുത്തപ്പെടും. ഒരു പക്ഷേ നിങ്ങളുടെ വിശ്വാസം തന്നെ ആടി ഉലയും. വിശ്വാസത്തിന് എന്തായാലും മാറ്റം സംഭവിക്കും. ഇനി കോട്ടം തട്ടില്ലെങ്കിലും മാറ്റം സംഭവിക്കും, അത് ഉറപ്പാണ്. അതിന് പറ്റിയ, അത് സംഭവിപ്പിക്കാൻ പറ്റിയ പുസ്തകങ്ങളായിരുന്നു. ഇത് ഞാൻ റെഫർ ചെയ്യുന്നത് ചരിത്രം സത്യസന്ധമായി സ്വന്തം നിലക്ക് അന്വേഷിക്കുന്ന ആളുകളിലേക്കാണ്. അതുപോലെ വളരെ വൈഡായിട്ട് ഇസ്ലാമിനെ കുറിച്ച് വായിക്കുന്നവരിലേക്കാണ്. അവർക്കൊക്കെ ഇതൊരു മുതൽക്കൂട്ടാവും. അത് ഇസ്ലാമിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് ഉള്ളവരാണെങ്കിലും അല്ലാത്തവരാണെങ്കിലും ആർക്കാണെങ്കിലും ഇതൊരു മുതൽക്കൂട്ടായിരിക്കും. ഒരുപാട് കഥകൾ തരുന്ന പാഠങ്ങളെ പോലെ ഈ പുസ്തകങ്ങളും നമുക്ക് ചില പാഠങ്ങളൊക്കെ തരുന്നുണ്ട്. വിദ്വേഷം എത്രത്തോളം അപകടകരമാവാം എന്നുള്ളതിൻ്റെയൊക്കെ പാഠഭേദങ്ങൾ അല്ലെങ്കിൽ പാഠഭാഗങ്ങൾ നമുക്കിതിൽ കാണാൻ പറ്റും. പിന്നെ അതേപോലെ തന്നെ ഈ അറിയപ്പെടാത്ത ഏടുകളാണ് ചരിത്രത്തിൻ്റെ എന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇത്തരത്തിലുള്ള ഒരുപാട് ഏടുകൾ ഉണ്ട് എന്നതുകൊണ്ടാണ് ഒരുപാട് കാര്യങ്ങൾ മുസ്ലിം ജനസാമാന്യത്തിൽ നിന്ന് മറച്ചു വെക്കാൻ പണ്ഡിതന്മാർ ശ്രമിക്കുന്നുണ്ട് എന്നറിയുന്നത് കൊണ്ടാണ് വയ്യാമൻ ഇൻഫിഡൽ ഞാൻ പറഞ്ഞത് അറിവുകൾ വ്യത്യസ്ത രീതിയിലാണെന്ന് പറഞ്ഞിട്ട് വിഭജിച്ച് ഞാൻ പറഞ്ഞത്. അപ്പോൾ ആ പറഞ്ഞ സമയത്ത് പലരും പറഞ്ഞു അത് കളവ് പറയണം, അങ്ങനെയൊന്നും ഞങ്ങൾ പഠിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. എന്നാൽ നിങ്ങൾ മനസ്സിലാക്കിക്കോളൂ, നിങ്ങളിൽ നിന്ന് മറച്ചു വെക്കപ്പെടാൻ വ്യഗ്രത കാണിച്ചിട്ടുള്ള, അല്ലെങ്കിൽ മറച്ചു വെക്കാൻ വ്യഗ്രത കാണിച്ചിട്ടുള്ള ചരിത്രത്തിൻ്റെ ഭാഗങ്ങളിൽ ഒന്നാണ് ഹസൻ്റെയും ഹുസൈൻ്റെയും ഒക്കെ ചരിത്രം എന്ന് പറയുന്നത്, സൈനബിൻ്റെ ചരിത്രം എന്ന് പറയുന്നത്. അത് നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ അത് മറച്ചു വെക്കാൻ ധൃതി കാണിച്ചിട്ടുണ്ട്. പണ്ഡിതന്മാർ ബോധപൂർവവും അല്ലാതെയും ഒക്കെ ഇത് മറച്ചു വെച്ചിട്ടുണ്ട്, മറച്ചു വെച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, മറച്ചു വെക്കാൻ വ്യഗ്രത കാണിക്കുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഈ പുസ്തകം വായിക്കുക. ആ സംശയമുള്ളവരോടൊക്കെ ഞാൻ പറയുന്നു, കാതലാൾ സൈനബ് വായിക്കുക, മൗലാസം വായിക്കുക, അതുപോലെ ഭൗതിക സിൽസിലെ മറ്റു പുസ്തകങ്ങൾ വായിക്കുക. എന്നിട്ട് ആ വായനകളിൽ നിങ്ങൾ റെഫർ ചെയ്യുക. ആ റെഫർ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ പൊതുസമൂഹത്തിന് മുമ്പിൽ വിളമ്പുക. എങ്ങനെ? ഫേസ്ബുക്ക് പോസ്റ്റുകളാവട്ടെ, വീഡിയോകളായിക്കോട്ടെ, നിങ്ങളത് പഠനവിധേയമാക്കുക, ചർച്ചാ വിധേയമാക്കുക. ആളുകൾക്ക് മുമ്പിൽ നിങ്ങളത് പറയുക, എഴുതുക. നിങ്ങളെ പഠിപ്പിച്ച ഉസ്താദുമാരും നിങ്ങളുള്ള സംഘടനയിലെ ആളുകൾ നിങ്ങൾക്കെതിരെ തിരിയുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതൊന്നും പൊതുജനങ്ങൾക്ക് മുമ്പിൽ പറയരുത്, ഇതൊന്നും അങ്ങനെ പറയാൻ പറ്റിയ സാധനമല്ല എന്ന് പറയുന്നത് കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, അതാണ് മറച്ചു വെക്കാൻ വ്യഗ്രത കാണിക്കപ്പെട്ട അറിവുകൾ എന്ന് മനസ്സിലാക്കുക. അത്തരം അറിവുകൾക്കൊരു ഉദാഹരണം തന്നെയായിരുന്നു KVM പന്താവുവിൻ്റെ ഖുർആൻ്റെ അറിയപ്പെടാത്ത ഏടുകൾ. ഈ ഖുർആൻ്റെ അറിയപ്പെടാത്ത ഏടുകൾ എന്ന പുസ്തകം ഇറങ്ങിയ സമയത്ത് ഒരുപാട് പേര് സമ്മർദ്ദം ചെലുത്തിക്കൊണ്ട് അത് പിൻവലിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് വിപണിയിൽ അത് അവൈലബിൾ അല്ല. കാരണം ആളുകളുടെ വിശ്വാസത്തിന് കോട്ടം തട്ടാൻ അതും ധാരാളമായിരുന്നു. KVM പന്താവൂര് എഴുതിയത് ഖുർആനെ വിമർശിക്കുന്നവർക്ക് മറുപടിയായിട്ട് എഴുതിയതാണ്. എന്നാൽ ഖുർആനിൽ അറിയപ്പെടാത്ത ഏടുകൾ, ഖുർആനിൽ നഷ്ടമായ സൂറത്തുകളെ കുറിച്ച്, നഷ്ടമായ ആയത്തുകളെ കുറിച്ച് ഉള്ള ചർച്ചകൾ, നിലവിലുള്ള ഖുർആനിലുള്ള സൂറത്തുകളെ കുറിച്ചുള്ള ചർച്ചകൾ,
ഈ ചർച്ചകളൊക്കെ കാണുന്ന സമയത്ത് തന്നെ ഖുർആൻ എത്രത്തോളം സംരക്ഷിക്കപ്പെട്ടു എന്ന ഒരു ചോദ്യം ഉള്ളിൽ ഉണരും. എന്ന പോലെ തന്നെയാണ് മുഹമ്മദ് നബിയാൽ ഇവരൊക്കെ എത്രത്തോളം സംസ്കരിക്കപ്പെട്ടു, ഉത്തമ തലമുറയിലുള്ള സ്വഹാബികൾ എന്ന് ചിന്തിക്കാൻ ഇത് നമുക്ക് ഒരു വീക്ഷണകോൺ തുറന്നു തരും. ഇത് അവിടെ ഉണ്ടായ രാഷ്ട്രീയ പശ്ചാത്തലങ്ങളിലേക്കൊക്കെ ഒരു വെളിച്ചം വീശാൻ ഈ പുസ്തകങ്ങൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകരിക്കും. എന്നോട് ചില ആളുകൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു കുറേ മുമ്പ്, നിങ്ങൾ ഈ വിമർശനമൊക്കെ എവിടുന്നാണ് പഠിക്കുന്നത്? ഇതിനൊക്കെ വല്ല കോഴ്സുണ്ടോ ഈ ഇസ്ലാമിനെ വിമർശിക്കാൻ, ആ വിമർശനം പഠിക്കാൻ? ഇത് ഒരു സുഹൃത്ത് ആത്മാർത്ഥമായി തന്നെ ചോദിച്ചതാണ്. ഈ വിമർശനാത്മകമായ ആംഗിൾ മാത്രം മനസ്സിലാക്കാൻ അല്ലെങ്കിൽ അത് മാത്രം കിട്ടാൻ എന്തെങ്കിലും കോഴ്സോ സോഴ്സോ എന്തെങ്കിലും ഉണ്ടെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞ പൊന്നാർ ചങ്ങായി, എനിക്ക് അങ്ങനെയൊന്നും അറിയില്ല. നമ്മൾ ഇത് പഠിച്ച കാര്യങ്ങളാണ് പറയുന്നത്. നമ്മൾ പലയിടത്തുനിന്നായിട്ട് വായിച്ച ഖുർആനിൽ നിന്ന് മനസ്സിലാക്കിയത്, അതിൽ നിന്ന് മനസ്സിലാക്കിയത്, പണ്ഡിതന്മാർ പലരായിട്ട് എഴുതിയത്, വായിച്ചത്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് നമ്മൾ കാര്യങ്ങൾ പറയുന്നത്. അല്ലാതെ എന്തല്ല ഇങ്ങനെ ഒരു സോഴ്സ് വെച്ചിട്ടൊന്നല്ല ഇത് പറയുന്നത് എന്ന് ഞാൻ എൻ്റെ സുഹൃത്തിനോട് ആ സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത്തരം ചോദ്യക്കാരോടൊക്കെ ഞാനത് പറയാറുണ്ട്. എന്നാൽ അവരോടൊക്കെ എനിക്ക് പറയാനുള്ളത്, നിങ്ങളൊക്കെ എന്നോട് ചോദിച്ച ആളുകൾ അത്രയും മുഖ്യധാര ഇസ്ലാമിൻ്റെ വക്താക്കളായിരുന്നു. അവരോട് പറയാനുള്ളത്, നിങ്ങളുടെ മുഖ്യധാര ഇസ്ലാമിലുള്ള ഒരു അന്ധമായൊരു വിശ്വാസം ഉണ്ടല്ലോ, ഇത് പൂർണ്ണമായും സത്യസന്ധമാണെന്നുള്ളൊരു വിശ്വാസം ഉണ്ടല്ലോ, അത് തകർക്കാൻ ഇത് മതി. ഈ മൗലാ ഹസനും ഖാദിർ സൈനബും മാത്രം മതി. അതും ഒരു എക്സ് മുസ്ലിം എഴുതിയതല്ല. അതാണ് എനിക്ക് ഹൈലൈറ്റ് ചെയ്ത് പറയാനുള്ളത്. ഇതൊരു മുസ്ലിം എഴുതിയത്. അപ്പോൾ മുഖ്യധാര ഇസ്ലാമിനെ, ഇന്ന് നിലവിലുള്ള മുഖ്യധാര ഇസ്ലാമിനെ, ബഹുഭൂരിപക്ഷം ആളുകൾ പിന്തുടരുന്ന ആ ഒരു സുന്നി ഇസ്ലാമിനെ ഇത് തകർക്കുമെന്ന് പറയുന്നുവെങ്കിൽ പിന്നെ എന്താണ് ഇതിൻ്റെ പ്രസക്തി എന്ന് ചോദിക്കുകയാണ്. മുസ്ലിം ലോകത്തിൻ്റെ പ്രസക്തി എന്ന് ചോദിക്കുകയാണെങ്കിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഇവിടെ ഹിജാസിൻ്റെ സുഹൃത്തുക്കളൊക്കെ ശ്രമിക്കുന്നത് നിലവിൽ ഇവിടെ ലഭ്യമായിട്ടുള്ള ആ ഒരു മുഹമ്മദ് നബി എന്ന നെറേറ്റീവ്, ഇസ്ലാം എന്ന നെറേറ്റീവ് കളങ്കിതമാണെന്നും എന്നാൽ യഥാർത്ഥമായ നെറേറ്റീവ് മറ്റൊന്നാണ് എന്ന് സ്ഥാപിക്കാനാണ് അത് ശ്രമിക്കുന്നത്. അതായത് കാലയവനികക്കപ്പുറത്ത് മറ്റൊരു മുഹമ്മദ് നബി ഉണ്ട്. ഇന്ന് പലരാൽ വിമർശിക്കപ്പെടുന്ന ആ ഒരു മുഹമ്മദ് നബി അല്ല, പിന്നെയോ ഒരു ആത്മീയ ഗുരുവായ, ആർക്കും മാനസ ഗുരുവാക്കാൻ പറ്റുന്ന, എല്ലാ കാലത്തേക്കും മാതൃകയാക്കാൻ പറ്റുന്ന ഒരു മുഹമ്മദ് നബി ഉണ്ട്. ആ മുഹമ്മദ് നബിയിലേക്കാണ് ആളുകൾ എത്തിക്കേണ്ടത് എന്നും അതിനുള്ള ശ്രമങ്ങളാണ് നടത്തുന്നത് എന്നതുമാണ് ഈ ഹിജാസിൻ്റെയും സുഹൃത്തുക്കളുടെ ഒരു ആംഗിൾ, അവരിൽ നിന്നുള്ളൊരു ഒരു വീക്ഷണകോൺ അവരിത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ഇത് വായിക്കുമ്പോൾ തന്നെ ഞാൻ 3 മുഹമ്മദ് എന്നൊരു കൺസെപ്റ്റിലേക്ക് എത്തി. എന്താണ് ഈ 3 മുഹമ്മദ് എന്ന് പറഞ്ഞാൽ? ഒന്ന്, ഇവിടെ നിരന്തരമായി ചർച്ച ചെയ്യപ്പെടുന്ന, വിമർശകരാൽ ചോദ്യം ചെയ്യപ്പെടുന്ന ആ ഒരു മുഹമ്മദ് നബി, അതൊന്ന്. രണ്ടാമത്തത്, ഈ ഹിജാസിനെ പോലുള്ള ആളുകൾ പറയുന്ന ഒരു കാലയവനികക്കപ്പുറം ഉള്ള, തീർത്തും മറ്റുള്ള ശത്രുക്കളാൽ മറച്ചു വെക്കപ്പെടാൻ ശ്രമിച്ചിട്ടുള്ള ഒരു മുഹമ്മദ് നബി, വെളിച്ചമായ മുഹമ്മദ് നബി. മറ്റൊന്ന് യഥാർത്ഥ മുഹമ്മദ് നബി, ഒരു ശരിയായ മുഹമ്മദ് നബി. ശരിയായ മുഹമ്മദ് നബി എന്ന് പറയുമ്പോൾ ശരിക്കും അവിടെ നൂറ്റാണ്ടുകൾക്കപ്പുറം ആ ഒരു സ്ഥാനത്തുണ്ടായിരുന്ന ആൾ ആരാണോ അയാളിലേക്കുള്ള യാത്രയിലാണ് ഞാൻ. അത് ആ മൂന്നാമത്തത്, ഈ ഒന്നാമത്തെ ആൾ തന്നെയാണോ ആ മൂന്നാമത്തെ കോളത്തിൽ ശരിക്കും കൊള്ളിക്കേണ്ടത്, അതോ ഇനി രണ്ടാമത്തെ ആളെയാണോ, അതല്ല ഇതിനൊക്കെ അതീതമായിട്ട് മറ്റൊരു ചിത്രം അവിടെ രൂപപ്പെടാനുണ്ടോ എന്നറിയാത്തതുകൊണ്ടാണ് ഈ മൂന്നാമത്തെ കോളം അതൊരു മറ്റൊരു മുഹമ്മദാക്കിയാണ് നിർത്തിയിട്ടുള്ളത്. അങ്ങനെ ഒരു വീക്ഷണം രൂപപ്പെടാനും ഹിജാസിൻ്റെ രചനകൾ ഞാൻ വായിച്ചപ്പോൾ കാരണമായിട്ടുണ്ട്. ഈ പറയുന്ന സൈനബിൻ്റെയും അതുപോലെ ഈ ഹസൻ ഹുസൈൻ ഇവരുടെയൊക്കെ ചരിത്രം വായിക്കുന്ന സമയത്ത് നമുക്ക് പലതരം ആംഗിളുകൾ തുറന്നു കിട്ടുന്നുണ്ട് കേട്ടോ. ഒന്ന്, മുഹമ്മദ് നബി ഇന്ന് വിമർശിക്കപ്പെടുന്ന, ഇന്ന് ആഗോള മുസ്ലിങ്ങളിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന സുന്നികളാൽ, സുന്നി മുസ്ലിംസിനാൽ, മുഖ്യധാര ഇസ്ലാമിനാൽ പ്രൊട്ടക്റ്റ് ചെയ്യാൻ അവർ ശ്രമിക്കുന്ന, എന്നാൽ അതേസമയം വിമർശകരാൽ വിമർശിക്കപ്പെടുന്ന ആ ഒരു മുഹമ്മദ് നബി ചെയ്തു വെച്ചതിൻ്റെ അനന്തരഫലം സ്വന്തം കുടുംബമാണോ അനുഭവിക്കേണ്ടി വന്നത് എന്ന ഒരു ആംഗിൾ. മറ്റൊന്ന്, അമവികളുടെ ഉമയ്യാക്കളുടെ അതായത് അബൂ സുഫിയാൻ അടങ്ങുന്ന വിഭാഗത്തിൻ്റെ കാലം, അവർ എന്താ പറയുക, അവർ കാത്തിരുന്ന് അവർ ചെയ്ത പ്രതികാരം,
കാത്തിരുന്നവർ ചെയ്ത പ്രതികാരമാണ്, അവർ കുടുംബത്തിനോട്, മുഹമ്മദ് നബിയോടുള്ള പ്രതികാരം കുടുംബത്തിനോട് തീർത്തതാണ് എന്ന നിലക്ക് നമുക്ക് കാണാനും പറ്റും. അങ്ങനെ ഒരു ആംഗിളും കാണും. കാരണം ഹിന്ദിനും അബൂ സുഫിയാനും മുഹമ്മദ് നബിയോടും സംഘത്തോടും വലിയ പകരുന്നുണ്ട്. പിന്നീട് ഗത്യന്തരമില്ലാതെ അവർ കീഴടങ്ങുന്നതാണ്. പിന്നീട് മുസ്ലിമായി ഇസ്ലാമായി എന്നൊക്കെ പറയുമ്പോൾ അവർ പിന്നീട് ആ തെറ്റൊന്നും ചെയ്യാൻ ആവർത്തിക്കാനൊന്നും ചാൻസ് ഇല്ല എന്നും, ഹിന്ദ് റളിയല്ലാഹു അൻഹയാണെന്നും അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹു ആണെന്നും അബൂ സുഫിയാന്റെ മകൻ മുആവിയ റളിയല്ലാഹു അൻഹു ആണെന്നും ഒക്കെ പറയുമ്പോൾ, റളിയല്ലാഹു അൻഹു എന്ന് പറയുമ്പോൾ അതൊരു പ്രാർത്ഥനയാണ്, അള്ളാഹു അവരെ തൊട്ട് തൃപ്തിപ്പെടട്ടെ എന്ന് പറയുന്ന പ്രാർത്ഥന. അപ്പോൾ അത് മഹാന്മാരായി അംഗീകരിക്കപ്പെടുന്ന ആളുകളിലേക്ക് ചേർത്തിട്ടാണ് അത് ചൊല്ലുക, ആ പ്രാർത്ഥന പറയുക മുസ്ലിംസ്. അപ്പോൾ ആ ഒരു പ്രാർത്ഥന ചൊല്ലപ്പെടേണ്ട മഹാന്മാരാണ്, മഹദിയാണ് ഹിന്ദ്, അങ്ങനെ ആയിട്ടുണ്ട്, മഹാനാണ് അബൂ സുഫിയാൻ, അത്തരം മഹത്വമുള്ള ആളാണ് മുആവിയ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇന്നത്തെ ഒരു മുഖ്യധാര ഇസ്ലാമോടെ നിലനിൽക്കുന്നത്. എന്നാൽ അത് അങ്ങനെ തന്നെ ആണോ എന്ന ഒരു പുനർവിചിന്തനത്തിന് ഈ പുസ്തകം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഞാനീ പറഞ്ഞ ഈ ആംഗിൾ എന്തായാലും തുറന്നു കിട്ടും. അതായത് ഉമയ്യക്കളുടെ, ബനു ഉമയ്യയുടെ, അമവികളുടെ ഒരു കാത്തിരുന്നുള്ള പ്രതികാരം ചെയ്യൽ, അവരുടെ ഒരു കുടിപ്പക ഈ പറയുന്ന ഇസ്ലാമിൻ്റെ ചരിത്രത്തിൻ്റെ തുടക്കത്തിലുണ്ട് എന്നുള്ളൊരു ആംഗിൾ നിങ്ങൾക്ക് എന്തായാലും തുറന്നു കിട്ടും, അതെനിക്ക് ഉറപ്പാണ്. പിന്നെ ഇവിടെ എന്തിനാണ് ഇവർക്ക് ഇത്ര കുടിപ്പക എന്നുള്ളത് ഞാൻ പറഞ്ഞു. ഒന്ന്, ഈ പറയുന്ന ഹിന്ദിനും അബൂ സുഫിയാനും ഒക്കെ കുടുംബപരമായി അതുപോലെ ഭരണത്തിൻ്റെ കാര്യത്തിലൊക്കെ ഉള്ള ദേഷ്യം മുഹമ്മദ് നബിയോട് വരാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളത് നമുക്ക് ചരിത്രത്തിൽ കാണാൻ പറ്റും, ആ ഒരു സാധ്യത. പിന്നെ അതേപോലെ തന്നെ മറ്റൊന്ന്, അവർക്ക് ഈ ചരിത്രം നമ്മൾ വായിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കുന്ന മറ്റൊരു കാര്യം, ബനു ഹാഷിം, ഇവിടെ രണ്ട് ഖുറൈശികളാണല്ലോ, ബനു ഹാഷിം, ബനു ഉമയ്യ. അപ്പോൾ ഈ ബനു ഉമയ്യയിൽ വരുന്ന ആളുകൾക്ക് ബനു ഹാഷിമിൽ വരുന്ന ആ ഒരു ഗോത്രത്തിൽ വരുന്ന ആളുകൾ കഅബ പരിപാലനത്തിനപ്പുറത്തേക്ക് ഭരണത്തിലേക്ക് വരുന്നത് വലിയ താല്പര്യമൊന്നുമില്ല. കാരണം ഭരണം ഇവരുടെ കയ്യിലാണ്, ബനു ഉമയ്യയുടെ കയ്യിലാണ്. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായി ഇവരുടെ കയ്യിലെത്തിയപ്പോൾ, ബനു ഹാഷിമിൻ്റെ കയ്യിലെത്തിയപ്പോൾ അത് തിരിച്ചു പിടിക്കണം എന്നുള്ള ഒരു വാശിയും അവർക്കുള്ളതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഏതായാലും ഈ രീതിയിലുള്ള വാശിയും ദേഷ്യവും വിദ്വേഷവും കലർന്ന ഒരു രാഷ്ട്രീയം മുഹമ്മദ് നബി ഉത്തമ തലമുറ എന്ന് വിളിച്ച ആ ഒരു ഭാഗത്ത് തന്നെ നമ്മൾ കാണുന്നത് നമ്മളെ ചിന്തിപ്പിക്കുന്ന ഒന്നാണ്. പിന്നെ പറയാനുള്ളൊരു കാര്യം, വീണ്ടും പറയാനുള്ളൊരു കാര്യം, വീഡിയോ അവസാനിപ്പിക്കും മുമ്പ് പറയാനുള്ളത്, ഇത് നിങ്ങളെന്തായാലും നിങ്ങൾ ഇസ്ലാമിനെ വായിക്കുന്നവരാണെങ്കിൽ, നിഷ്പക്ഷമായി പഠിക്കാൻ വായിക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഈ പുസ്തകം നിങ്ങൾക്കൊരു മുതൽക്കൂട്ടായിരിക്കും എന്നുള്ളതാണ് പറയാനുള്ളത്. ഞാനിപ്പോൾ അടുക്കും ചുറ്റൊന്നും ഇല്ലാതെ ഇങ്ങനെ പറഞ്ഞു വെക്കുകയാണ് ചെയ്തത്. എൻ്റെ മനസ്സിൽ ഇത് വായിച്ചത് കാരണം വന്ന കുറേ ചിന്തകൾ. ഏതായാലും ഇത് വാങ്ങിക്കാൻ ഒക്കെ ബന്ധപ്പെട്ട ഭാഗങ്ങൾ ഞാൻ 2-3 പേജുകൾ എന്തായാലും ഇവിടെ വിസിബിൾ ആക്കാം, ഒന്ന് എഡിറ്റ് ചെയ്ത് ചേർക്കാം. നിങ്ങളൊന്ന് കഴിയുമെങ്കിൽ വായിക്കുക, എന്നിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റിൽ അറിയിക്കുക.